Hello, my dear friends. Welcome to my YouTube channel, Prahari's Care. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അമേരിക്കൻ റിയലിസം, യഥാർത്ഥ മുഖം അമേരിക്കയുടെ. അവിടെ ഇന്ന് ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളും പരാധീനകളും ഒക്കെ നമ്മളൊന്ന് സംസാരിച്ചു. നമ്മൾ അമേരിക്കൻ ഡ്രീംസ് സ്വപ്നം കാണുന്നത് പോലെ, അല്ലെങ്കിൽ സ്വപ്നം കണ്ടതുപോലെ അതുപോലെ ഒരു വാക്ക് ഇൻ ദി പാർക്ക് അല്ല അമേരിക്കയിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ലോകത്തിലെ എല്ലാ നാനാവിധത്തിലുള്ള ആളുകളും അമേരിക്കയിൽ ജീവിക്കണമെങ്കിൽ അത്യാവശ്യം നന്നായി സ്ട്രഗിൾ ചെയ്യണം. അവിടെ ഒരു സമ്പന്ന രാജ്യം എന്നുള്ള മിഥ്യാധാരണയാണ് എന്നാണ് എല്ലാ സ്റ്റഡികളും ഇപ്പോൾ നമ്മൾ കാണിച്ചു തരുന്നത്. അമേരിക്കയുടെ പോരായ്മകളും നമ്മൾ അതിൻ്റെ ഇടയിലൂടെ സംസാരിച്ചു. അമേരിക്ക ഓരോ വാറിലും ചെന്ന് കുടുങ്ങിയിട്ട് അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോടാൻ ശ്രമിക്കുന്നത് എല്ലാം നമ്മൾ നോക്കി. വിയറ്റ്നാമിൽ നോക്കി. നമുക്കിനി അഫ്ഗാനിസ്ഥാനിൽ വീരോചിതമായിട്ട് എന്താണ് അമേരിക്ക ചെയ്തത് എന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. ലെറ്റ് us see. അഫ്ഗാനിസ്ഥാനിൽ ഓപ്പറേഷൻസ് നടത്തി അമേരിക്ക. ദാറ്റ് വാസ് ഇൻ 2001 to 2021, എ ലോങ് 20 years, നീണ്ട 20 വർഷങ്ങൾ. സി ദി ഫൺ. ഒരുപാട് ഹോളിവുഡ് മൂവീസ് ഇറങ്ങിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഓപ്പറേഷൻ്റെ ചെറിയ ഇൻപുട്സ് വെച്ചിട്ട്. It was really a very tough equations for the United States of America. The US-led war in Afghanistan 2001 to 2021 began following the 9/11 attacks to dismantle Al-Qaeda and remove the Taliban regime. താലിബാൻ റെജീമിനെ അവിടുന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വന്നതാണ്. കാരണം അൽ-ഖായ്ദയുടെ ഒരു അറ്റാക്ക് നടന്നു. 9/11 ഫേമസ് ആയ ട്വിൻ ടവേഴ്സ്, അമേരിക്കയുടെ ട്വിൻ ടവേഴ്സ്. തുടർന്ന് ഒസാമ ബിൻ ലാഡനെ വധിക്കുന്നതും അത് പാകിസ്ഥാനിലെ അബോട്ടാബാദ് എന്ന സ്ഥലത്ത് വെച്ച്, പാകിസ്ഥാനിലെ അബോട്ടാബാദ് എന്ന സ്ഥലത്ത് വെച്ചിട്ട് ബിൻ ലാഡനെ പൊക്കിക്കൊണ്ടുപോയി വധിച്ചിട്ട് സമുദ്രത്തിനടിയിൽ കല്ല് വെച്ച് താഴ്ത്തി ഇറക്കിയ ടീമാണ് അമേരിക്ക. ബിക്കോസ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവനെ ബലി ചെയ്തിരുന്നെങ്കിൽ അവിടെ ഒരു സ്മാരകം പണിഞ്ഞ് അവരെ ഓർമ്മിക്കും. ഈ മുസ്ലിം തീവ്രവാദികൾ, അതായത് അൽ-ഖായ്ദ, ISIS എന്നുള്ള തീവ്രവാദ സംഘടനകൾ എന്നതായിരുന്നു അതിൻ്റെ ഒരു റീസൺ. സോ it evolved from a swift, successful invasion into a 20-year counter-insurgency and nation-building mission. ഒരു പെട്ടെന്ന് വന്നൊരു ഇൻസർജൻസി, ഒരു സ്ട്രൈക്ക് നടത്തുക എന്ന ഉദ്ദേശത്തിൽ വന്ന അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ പെട്ടുപോയി ഫോർ ദി 20 years, 2001 to 2021. അതാണ് അമേരിക്ക ചെന്ന് ഓരോ രാജ്യങ്ങളിൽ ചെന്ന് ഇടപെടുമ്പോൾ, ഇൻവോൾവ്മെൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു റിയാക്ഷൻസ്. ഓക്കെ, ഫോളോയിങ് ഹെവി ലോസസ് ആൻഡ് എ 2020 withdrawal agreement, the Taliban regained control in August 2021. 2020 അമേരിക്ക അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണെന്ന് പറയാം. 2021 പൂർണ്ണമായത്. അങ്ങനെ താലിബാൻ അവിടെ തിരിച്ചു വരികയാണ്. വെൻ ഇൻ ഓഗസ്റ്റ് 2021. നമ്മളത് ടി വിയിലൊക്കെ കണ്ട കാര്യങ്ങളാണ്. അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയ ആളുകളുടെ ചിത്രം നമ്മൾ കണ്ട. ഫ്ലൈറ്റിൽ സ്ഥലമില്ലായിട്ട് ഫ്ലൈറ്റിൻ്റെ ചിറകിലിരുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച് വീണ് മരിച്ച പാവം അഫ്ഗാനിസ്ഥാനുകാരെ നമുക്ക് ഓർമ്മയുണ്ടിരുന്നു. ആ വീഡിയോ എല്ലാം നമ്മളെ കൺമുമ്പിൽ ഇപ്പോഴും തെളിഞ്ഞ് കാണുന്നുണ്ട് അല്ലേ. കീ ആസ്പെക്ട്സ് of the war in Afghanistan by America. Objective: to dismantle Al-Qaeda and its leader Osama bin Laden and remove the Taliban regime and shelter them. Actually ഇവരുടെ regime മാറ്റവും
അതുപോലെ ഒസാമ ബിൻ ലാഡനെ പിടിക്കുക, അൽ ഖായിദ എന്നുള്ള തൻജീമിനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഒബ്ജക്റ്റീവ്. ഇനിഷ്യൽ ഫേസ് 2001. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം അനൗൺസ് ഇൻ ഒക്ടോബർ 2001. US-led forces compared with the Northern Alliance. നോർത്തേൺ അലയൻസ് ആയിട്ടാണ് പോയത്, വേറെ കൺട്രികളും ഉണ്ടായിരുന്നു അതിനകത്ത്. സ്വിഫ്റ്റ്ലി ഓസ്റ്റഡ് ദി താലിബാൻ ഫ്രം കാബൂൾ ബൈ നവംബർ. ചെന്ന ഉടനെ തന്നെ താലിബാനെ നിഷ്കാസിതരാക്കുകയുണ്ടായി. ബട്ട് എൻഡ് ഓഫ് ദി ഡേ, ആഫ്റ്റർ 20 years, they left the country in a stalemate conditions in 2021. Insurgency and nation building. The Doha Agreement was signed in 2020 for a full US troop withdrawal. ഈ US ട്രൂപ്സിൻ്റെ വിത്ഡ്രോവൽ ദോഹ അഗ്രിമെൻറ്റിലാണ് ഡിസൈഡ് ആവുന്നത് 2020. അങ്ങനെയാണ് അവർ സബ്സിക്വൻ്റ്ലി ദേ ലെഫ്റ്റ് അഫ്ഗാനിസ്ഥാൻ. In August 2021, as US forces departed, the Taliban retook Kabul, effectively ending the conflict. താലിബാൻ തിരിച്ച് അധികാരത്തിൽ വന്നു. അങ്ങനെ ഈ കൺഫ്ലിക്റ്റ് അവസാനിക്കുകയാണ് അന്ന് അവിടെ ഉള്ളത്. ലോങ് ടേം ഇമ്പാക്റ്റ്, ഇതിൻ്റെ പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്തായിരുന്നു? കാഷ്വാലിറ്റീസ്. ദി വാർ കോസ്റ്റ് തൗസൻഡ്സ് ഓഫ് അമേരിക്കൻ ലീവ്സ്, കൗണ്ട്ലെസ് coalition forces and a high toll of Afghan civilians and military. എത്രയോ അമേരിക്കൻസ് മരിച്ചുപോയി. വല്ലവൻ്റെ നാട്ടിൽ പോയിട്ട് മരിക്കാനുള്ള ഗതികേടായിരുന്നു ആ അമേരിക്കൻ സോൾജേഴ്സിനുണ്ടായിരുന്നത്. കോയലേഷൻ ഫോഴ്സസിൻ്റെ, അതായത് സഹയോഗികളായ മറ്റുള്ള രാജ്യങ്ങളുടെയും ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടായി. അഫ്ഗാൻ സിവിലിയൻസിന്, അഫ്ഗാൻ മിലിറ്ററിക്കൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. കോസ്റ്റ്. ദി 20-year കോൺഫ്ലിക്റ്റ് വാസ് ദി ലോങ്ങസ്റ്റ് ഇൻ US ഹിസ്റ്ററി. US ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയതായ ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു ഇത്. ഇൻവോൾവിങ് ഓവർ $2 trillion in cost. $2 trillion. ആ നാശനഷ്ടം എത്ര വലുതായിരുന്നു ഫൈനാൻഷ്യലി എന്ന് നമുക്ക് നോക്കിയാൽ അറിയാം. കറണ്ട് സ്റ്റേറ്റ്. ദി താലിബാൻ ഹാസ് റീഎസ്റ്റാബ്ലിഷ് ദി ഇസ്ലാമിക് എമിറേറ്റ്സ്. താലിബാൻ രണ്ടാമത് അവിടെ അധികാരത്തിൽ വന്ന് ഇസ്ലാമിക് എമിറേറ്റ്സ് എന്ന അവരുടെ ഒരു ഭരണഘടന അവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. വിത്ത് ഓൺഗോയിങ് ഇൻ്റർനാഷണൽ കൺസേൺ റിഗാർഡിങ് ഹ്യൂമൻ റൈറ്റ്സ്, പാർട്ടിക്കുലർലി ഫോർ വിമൻ. വിമൻ്റെ, അതായത് വനിതകളുടെ അഗൻസ്റ്റ് ഒരുപാട് ആക്രോസിറ്റീസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് ലേഡീസിൻ്റെ അഗൻസ്റ്റ് ശരീഅത്ത് കാനൂണിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇസ്ലാമിക് കൺട്രികളിൽ. അങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ US, അതായത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഒരുപാട് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നുണ്ട് എന്നാണ് ഇൻഡിപെൻഡൻ്റ് സ്വതന്ത്ര NGOs എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. US ലൈക്ലി മൂവ് ആസ് ഓഫ് മാർച്ച് 2026. ഇപ്പോഴെന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് ആക്റ്റീവ്ലി intensifying its military pressure in the Middle East with significant high-stakes moves targeting Iran, according to multiple reports. അറ്റാക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പുരോഗമിച്ചെങ്കിലും ട്രംപ് റീസെൻ്റ്ലി ഒരു സീസ് ഫയറിന് വേണ്ടി ഒരാഴ്ച നിർത്തലാക്കുകയാണ്. അതുപോലെ ആറ്റമിക് എനർജീനെ അറ്റാക്ക് ചെയ്യത്തില്ല, ഫ്യൂവൽ എനർജിയെ, എണ്ണപ്പാടങ്ങളൊന്നും ആക്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലൊക്കെ വരുന്നുണ്ട്. ഇറാൻ അതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളതൊരു നഗ്ന സത്യമാണ്. സോ തൽക്കാലം ഈ യുദ്ധം ഇങ്ങനെ തുടരാനാണ് ചാൻസ്. ബട്ട് ഒരുപാട് പ്രഷർ വരുന്നുണ്ട്. ഹോർമുസ് കടലിടക്ക് തുറന്നു കൊടുക്കാനൊക്കെ ചാൻസ് വരുന്നുണ്ട്. ബട്ട് ഈ ഒരു വീക്ക്, ദിസ് വീക്ക്, there has to be some decision and we may see a temporary ceasefire, I think. So അങ്ങനെ ഒരു താൽക്കാലിക വെടിനിർത്തൽ അവിടെ വന്ന്, അല്ലെങ്കിൽ ഇവിടെ വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ ഒരു മിസൈലാണ് പൊട്ടുന്നത് കേട്ടോ.
ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇക്കണോമിക് ഇമ്പാക്റ്റ്, ഹൈറ്റൻഡ് റിസ്ക് ഓഫ് വാർ ഈസ് ഡ്രൈവിംഗ് ഫിയേഴ്സ് ഓഫ് ഗ്ലോബൽ ഇൻഫ്ലേഷൻ ഒരുപാട് വന്നിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എണ്ണ എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിലുള്ള എണ്ണ എന്ന് പറഞ്ഞാൽ എല്ലാ കൺട്രികളെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. നമ്മളിതിലൊന്നും പങ്കെടുക്കുന്ന ഒരു കൺട്രിയല്ല. ഈ യുദ്ധത്തിൽ നമ്മൾ വിശ്വസിക്കുന്നേ ഇല്ല. നമ്മൾ ഇറാനോടും ശത്രുത കാണിക്കുന്നില്ല, ഒരു മുസ്ലിം കൺട്രിയോടൊന്നും ശത്രുത കാണിക്കുന്നില്ല, അപ്പാർട്ട് ഫ്രം പാകിസ്ഥാൻ ആൻഡ് ടർക്കി. അമേരിക്കയോട് നമ്മൾ നല്ല ബന്ധം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്, നല്ല ട്രേഡ് പ്രൊളോങ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇസ്രായേൽ ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ നമുക്ക് എണ്ണക്ഷാമവും കാര്യങ്ങളും വന്നിട്ട് നമ്മൾ LPG ക്ഷാമം, ഗ്യാസിനില്ല. ഞാനൊരു യാത്ര പോയിരുന്നു അടുത്ത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കാറിലിങ്ങനെ പോകുമ്പോൾ ഓരോ ഹോട്ടലുകളിൽ നിന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ആഹാരം ഉണ്ടെന്നല്ല ചോദിക്കുന്നത്, ഗ്യാസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുപോലൊരു സിറ്റുവേഷൻ അറൈസ് ആയിരിക്കുകയാണ് ഈവൻ ഇൻ ഇന്ത്യ. സോ ഇതെല്ലാം ഈ എണ്ണപ്പാടങ്ങളിലുള്ള ആക്രമണം, അല്ലെങ്കിൽ അവിടുന്ന് നമ്മുടെ എണ്ണക്കപ്പലുകൾ സുഗമമായിട്ട് വരുവാനുള്ള ബുദ്ധിമുട്ട്. ഇന്ത്യക്ക് മാത്രമേ കപ്പലുകൾ ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതൊരു നഗ്ന സത്യമാണ്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം ഫർദർ എന്താണ് അമേരിക്ക ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.